ബി.ജെ.പി കേരളം പിടിച്ചേ അടങ്ങൂ എന്ന വാശിയിലാണ്. അതിന്റെ ആദ്യപടിയായി ത്രിതല പഞ്ചായത്തുകളിൽ കഴിഞ്ഞ തവണ ലഭിച്ച 2000-ഓളം വരുന്ന സീറ്റുകളുടെ മൂന്നിരട്ടി സീറ്റുകൾ നേടിയിരിക്കണമെന്നാണ് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അണികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. തിരുവനന്തപുരം, തൃശൂർ കോർപ്പറേഷനുകളിൽ ഭരണം പിടിച്ചെടുക്കണമെന്നത് അഭിമാന പ്രശ്നമായിട്ടാണ് പ്രസിഡന്റ് എല്ലാവരെയും അറിയിച്ചിരിക്കുന്നത്. അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 40ഓളം സ്റ്റേറ്റുകളിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കുവാനുള്ള അടിസ്ഥാന കാര്യങ്ങളും പൂർത്തിയായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ 40 സീറ്റിൽ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികളും തയ്യാറായി കഴിഞ്ഞു. ഓരോ മണ്ഡലങ്ങളും സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ മെനയുവാനായി സ്ഥാനാർത്ഥികൾക്ക് നിർദ്ദേശവും നൽകി എന്നറിയുവാൻ കഴിയുന്നു. മുൻ വർഷങ്ങളിൽ പ്രാദേശികമായി സൗഹൃദങ്ങളുടെ പുറത്ത് അടുപ്പമുള്ളവർക്ക് വോട്ട് നൽകി വിജയിപ്പിച്ചിരുന്ന രീതി ഇതോടുകൂടി അവസാനിപ്പിക്കുന്നു. ബി.ജെ.പിയുടെ വോട്ട് ഷെയർ 30% ഉയർത്തുവാനുള്ള നീക്കമാണ് പാർട്ടി തത്വത്തിൽ അംഗീകരിച്ചിരിക്കുന്നത്. ആര് ജയിച്ചാലും ആര് തോറ്റാലും ബി.ജെ.പിക്ക് പ്രശ്നമല്ല. ബി.ജെ.പിയുടെ വോട്ടുകളും ബി.ജെ.പിയെ സ്നേഹിക്കുന്നവരുടെ വോട്ടുകളും താമര ചിഹ്നത്തിൽ രേഖപ്പെടുത്തി ബി.ജെ.പിയുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചു നിർത്തുക എന്ന തന്ത്രമാണ് ഇത്തവണ പയറ്റാൻ പോകുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി ബി.ജെ.പിയുടെ വോട്ട് ഷെയർ 20% വർദ്ധിച്ചിരുന്നു. മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള അക്ഷീണമായ പരിശ്രമം കൊണ്ടാണ് ആ നിലയിൽ എത്താനായി സാധിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം. അതിനെയും മറികടന്നുള്ള ഒരു നിലവാരത്തിൽ എത്തിയില്ല എങ്കിൽ പാർട്ടിയെ പിന്നോട്ടെന്ന് പുതിയ സംസ്ഥാന പ്രസിഡന്റ് നേതാക്കന്മാരോടായി പറഞ്ഞിട്ടുമുണ്ട്.